എന്ത് ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നല്ലേ. അപ്പം ഞാൻ സാരിയൊക്കെ തലയിലൂടെ ഇട്ടിട്ടാണ്, കാരണം ഇത് നമ്മളെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ്. ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ നമ്മുടെ വീടാണ്, തറവാട് വീട്. ഇടാതെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നവർ കണ്ടു കഴിഞ്ഞാൽ പറയും, അവളുടെ അഹങ്കാരം കണ്ടോ, അവൾ തലയിലിടാതെ പോയത് കണ്ടോ എന്നൊക്കെ പറയും. ഇനി നമുക്ക് നോൺ വെജ് സദ്യ അടിപൊളിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇവിടെയാണ് നമ്മളെ കട. ഈ യെല്ലോ കളറിൽ കാണുന്ന നമ്മുടെ കടയാണ്. അപ്പോൾ സ്കൂൾ പരിപാടി പോകാൻ നേരത്തെ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല, ഓടി തിരക്കായിരുന്നു. മോൻ്റെ പ്രോഗ്രാം കഴിയുന്നതിന് മുന്നേ അവിടെ എത്തണമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നു. സന്ധ്യ 7 മണിയൊക്കെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ, എന്നിട്ട് വേഗം വന്നു. ഇപ്പോൾ ഇതാ ഫേസ് വാഷൊക്കെ ചെയ്ത് ഇപ്പം തന്നെ ഇതാ സാരിയൊന്നും മാറ്റാനൊന്നും സമയമില്ല, ഇപ്പം തന്നെ പോവുകയാണ്. ഒരു കല്യാണം ഉണ്ട് ഇവിടെ തൊട്ട് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് കല്യാണത്തിന് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ആകെ ടയർഡ് ആയതുകൊണ്ട് ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നതാണ്. ഈ കല്യാണത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അത് കാണിക്കാം. ഇപ്പോൾ ഒരു റിസപ്ഷന് ആ സ്റ്റേജൊക്കെ എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാണ് വീഡിയോ, അതോടെ വീഡിയോ. അപ്പോൾ നമ്മളിതാ ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്ത് എത്തി. എന്തല്ലേ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടോ, അടിപൊളിയാണ്. നമുക്കുള്ളിലേക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഇതിങ്ങനെ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. അവരുടെ സ്റ്റേജ് വരെ ഉണ്ട്. എന്ത് ഭംഗിയറിയോ, രാത്രി ലൈറ്റൊക്കെ പിടിപ്പിച്ച് അടിപൊളി ഒരു മാരേജ് റിസപ്ഷനാണിത്. ഇവിടെ ഗസ്റ്റുകളൊക്കെ വരുന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ആണ്. എല്ലാവർക്കും ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാം. ഇവർ ചെക്കനും പെണ്ണും നിൽക്കുന്നത് അങ്ങാണ്. സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം കണ്ടോ. അപ്പോൾ സ്റ്റേജിലേക്ക് പോകുന്ന റൂട്ടാണിത്. എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പുറത്തെ ഏരിയയിൽ ഫുള്ള്. അപ്പോൾ നമ്മളവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്താണ് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റേജ് എത്തി കണ്ടോ. അപ്പോൾ അവിടെ വേറെ ആരൊക്കെയോ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ മാറിയതിന് ശേഷം നമുക്ക് കയറിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നല്ല അടിപൊളിയാണ്. ഇവിടെയും നല്ല ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ട് ആ സ്റ്റേജൊക്കെ ഒരുക്കിയിരിക്കുന്നല്ലേ. ഇവിടെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷങ്ങളൊക്കെ ചിലവിട്ട് അവർ നടത്തുന്നുണ്ടോ. മുകളിൽ ഭാഗം നോക്ക്, എന്ത് ഭംഗിയാണ്. റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ നമുക്കും അവിടെ പോയിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വരാം. ഇതാ കണ്ടോ. സാരിയൊക്കെ തലയിലൂടെ ഇട്ടിട്ടാണ്, കാരണം ഇത് നമ്മളെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ്. ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ നമ്മുടെ വീടാണ്, തറവാട് വീട്. അപ്പോൾ ഈ ഏരിയയിലുള്ളവരൊക്കെ എല്ലാവരും പരിചയമുള്ളവരാണ്. അപ്പം നമ്മൾ മരുമകളാണല്ലോ, മരുമക്കളെല്ലാം ഇങ്ങനെ തലയിൽ കൂടെ സാരി ഇടണം. ഇടാതെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നവർ കണ്ടു കഴിഞ്ഞാൽ പറയും, അവളുടെ അഹങ്കാരം കണ്ടോ, അവൾ തലയിലിടാതെ പോയത് കണ്ടോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഇരുതുണ്ട്. അപ്പം നമ്മളെല്ലാവർക്കും ഒരു മര്യാദ കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മുടെ ഏരിയ ആയതുകൊണ്ട് ഇടണം. വെളിയിലൊക്കെ പോകും, വേറെ ദൂരെയുള്ള കല്യാണങ്ങളിലൊക്കെ പോയി അവിടെ അങ്ങനെ നമുക്കറിയുന്നവരൊന്നും, അങ്ങനെ അടുത്ത് അറിയുന്നവരൊന്നും ഇല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏരിയ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും തലയിലിടണം കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ്. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. രാവിലെ സ്കൂളിലെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ആകെ ടയർഡൊക്കെ ആയിരുന്നു. സ്കൂളിലെ ഒരു ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വലിയ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. അപ്പോൾ ഇവിടെ ഇതാ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. മൈദയിൽ ഞാൻ അടിച്ചടിച്ചടിച്ചടിച്ച് വലിയതാക്കിയിട്ട് കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ വലിയതാക്കിയിട്ട് ആണ് ഇവർ ചുടുന്നത്.
ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല അടിച്ചുപൊളി കല്യാണമാണ്, ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി ചെയ്യുന്നതാണ്. നമുക്ക് കണ്ടു നോക്കാം ഇവിടുത്തെ എന്താണ് ഐറ്റം എന്ന്. അപ്പം നമ്മളും പോവുകയാണ്. ഭക്ഷണം എന്തൊക്കെയാണെന്നൊക്കെ എല്ലാ ഐറ്റവും ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് സദ്യ എന്ന് വേണം പറയാൻ. എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ, ഏതോ അല്ല തറവാട്ടിലെ ഒരു വീഡിയോയിൽ ആരോ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായി നോൺ വെജ് സദ്യ എന്ന്. അപ്പോൾ ഞാൻ അത് ഓർത്ത് പോയതാണ്. നോൺ വെജ് സദ്യ തന്നെയാണ്. നോൺ വെജിൻ്റെ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം എല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ പബ്ലിക്കായിട്ട് എടുക്കാനൊരു മടി. പിന്നെ കുറേ ഐറ്റങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോറും കറിയും മതി പറഞ്ഞ് പോയി. നമുക്ക് ചോറാണല്ലോ മെയിൻ, വേറെ ഫാസ്റ്റ് ഫുഡ് ഇതൊന്നും നമുക്ക് വേണ്ട. ചിക്കൻ പക്കോട, ഐസ്ക്രീം, ചോളത്തിൻ്റെ, പിന്നെ തൈര് വട, ഇവിടെ ദാഹിവറ എന്നാണ് പറയുക, തൈര് വട. പിന്നെ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവരും വാങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയില്ല, അത് മൈദ ആയതുകൊണ്ട് എനിക്ക് വേണ്ട, ചോറ് മതി എന്ന് പറഞ്ഞ് ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞിട്ട് ഞാനും മോനും ഇതാക്കി നിൽക്കുകയാണ്. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, എന്നൊക്കെ വാങ്ങിയിട്ട് അവിടെ പോയി ഇരിക്കാമെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. ഇതെവിടെ ഫസ്റ്റ് തന്നെ ചപ്പാത്തി ഉണ്ട്, രാത്രിയാണല്ലോ, അപ്പോൾ ചപ്പാത്തി വേണ്ടവർക്ക് എടുക്കാം, എനിക്ക് വേണ്ട പറഞ്ഞു ഞാൻ ഫ്രൈഡ് റൈസ് വാങ്ങി. പിന്നെ മെയിൻ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പരിപ്പ് കറി മെയിൻ സംഭവമാണ്. പരിപ്പ് കറി, ഒരു അച്ചാർ, പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ചക്ക മസാല, ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. ഒഡീഷയിൽ ചക്ക മസാല ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ വിട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചക്ക മസാല കറി, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാണ് കോളിഫ്ലവർ കേട്ടോ. നേരത്തെ തന്നത് എന്താണ്, പനീർ മസാലയാണ് തോന്നുന്നു. അപ്പോൾ അതെവിടെ പിള്ളേരെല്ലാം ഇരുന്ന് നിന്നിട്ട് കഴിക്കുന്നുണ്ട്, ഇരിക്കാൻ വലിയ ഇതില്ല. അപ്പം നിന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഐറ്റം ഇതായി, ഇപ്പം തന്നെ കുറേ ആയി. ഞാൻ വിചാരിക്കും ഇതെങ്ങനെയല്ല കഴിക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. എല്ലാം കുറച്ച് വാങ്ങിയിട്ട് കഴിച്ചു. പിന്നെ രണ്ടാമതൊന്നും പോകേണ്ടി വന്നില്ല, കാരണം ഇത് തന്നെ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ചിക്കൻ കറിയുണ്ട്, അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇവിടെ ക്യൂലൊക്കെ നിന്നിട്ട് എല്ലാം വാങ്ങിപ്പോയി. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫിഷ് മസാലയാണ്. ഇനി അടുത്തത് ചെമ്മീൻ മസാലയാണ്, പച്ച ചെമ്മീൻ കേട്ടോ. ചെമ്മീൻ മസാല അതും എടുത്തു. ഇത് ചെമ്മീനല്ല, ഇത് ഇത് മീൻ മസാലയാണ്. ചെമ്മീൻ നെക്സ്റ്റാണ് വരുന്നത്. ഇതാണ് ചെമ്മീൻ. അപ്പോൾ എനിക്ക് ചെമ്മീൻ ഇട്ടു. വേറെന്തോ ഒരു ഐറ്റം കൂടിയുണ്ട്. ഇതൊക്കെ നോൺ വെജ് സദ്യയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ നോൺ വെജ് സദ്യ. ഇത് വേറെ, ഇതാണ് തോന്നുന്നു ചിക്കൻ കറി. ഇത് ചിക്കൻ കറി. അപ്പോൾ ആദ്യം തന്നെ എന്തായിരുന്നു ഒന്ന് പിടികിട്ടുന്നില്ല കേട്ടോ. വീഡിയോയിൽ ഇപ്പോൾ കാണുമ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല, കഴിക്കുമ്പോഴായിരിക്കും ഒക്കെ മനസ്സിലാകുന്ന ഇതാണോ അതാണോ എന്നൊക്കെ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, അവിടെ പരിചയമുള്ളവരൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇതാണ് അവിടെ കണ്ടോ സ്റ്റേജ്. ഇത് നമ്മളെ കടയാണ് കേട്ടോ. ഇതിലെ 3 ഷട്ടർ നമ്മുടേതാണ്, 3 കട. നമ്മുടെ വളത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, വളത്തിൻ്റെ പരസ്യം എഴുതിയിരിക്കുന്നുണ്ടോ, ഈ 3 യെല്ലോ കളർ നമ്മുടെ കടയാണ്. അപ്പോൾ കടേൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ ബൈക്കിലാണ് വന്നത്, തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മൾ അയൽവക്കത്തുള്ളൊരു ചെക്കൻ്റെ കല്യാണമായിരുന്നു. പിന്നെ തറവാട് വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എങ്ങോട്ടും പോയിട്ടില്ല, കല്യാണത്തിന് പോയി, ആ ഫംഗ്ഷന് പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നു. രാവിലെ സ്കൂളിലെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ആകെ ടയർഡൊക്കെ ആയിരുന്നു. സ്കൂളിലെ ഒരു ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വലിയ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കോപ്പിറൈറ്റ് വരുമല്ലോ, ഈ സോങ് പിള്ളേരുടെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ സോങ് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളെ കട. അപ്പോൾ കടേൻ്റെ അവിടെ നമ്മൾ ബൈക്ക് നിർത്തിയിട്ടാണ് പോയത്. നമ്മളെ അയൽവക്കത്തുള്ള തറവാടിൻ്റെ അടുത്തുള്ള ഒരു അയൽവക്കത്തിലെ
ചെറുക്കൻ്റെ കല്യാണമായിരുന്നു. അവനും ഇവിടെ തന്നെ ടൗണിൽ കച്ചവടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.